നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞാൽ കനത്ത പിഴയടയ്ക്കേണ്ടി വരും. ഇത്തരത്തിൽ ഈ ഒരു വിവരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരിതോഷികവും ലഭിക്കും. ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ പൊതുജനങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകാം. നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം 9446700800 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വേണം നിങ്ങൾ അയക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു കുറ്റകൃത്യം നടത്തുന്ന വ്യക്തിയെ കണ്ടെത്തി അല്ലെങ്കിൽ ആ ഒരു വാഹനം കണ്ടെത്തി അവരിൽ നിന്ന് പിഴ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് അവരിൽ നിന്ന് 1,00,000 രൂപ വരെയൊക്കെ പിഴയായി ഈടാക്കും. 1,00,000 രൂപയാണ് പിഴ ഈടാക്കുന്നതെങ്കിൽ 25,000 രൂപ വരെ ലഭിക്കും. 10,000 രൂപയാണ് പിഴയായി ഈടാക്കുന്നതെങ്കിൽ 2,500 രൂപയൊക്കെ വിവരം അറിയിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വിവരം അറിയിക്കുന്ന വ്യക്തിയുടെ വിശദ വിവരങ്ങൾ പങ്കുവെക്കുകയില്ല. അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധൈര്യമായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിവരം മുൻപ് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഈ ഒരു സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘനങ്ങളെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകളും കർശനമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യണം. പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ പിടികൂടാനോ അല്ലെങ്കിൽ ഇത് തടയുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളും പങ്കാളികളാവണം. അതുപോലെ തന്നെ അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പരിശോധന ഉണ്ടായിരിക്കും. മുൻ വർഷങ്ങളിലും ഇതൊക്കെ നടത്തിയിരുന്നെങ്കിലും ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ പുതിയ സർവേ സർക്കാർ നടത്തുന്നുണ്ട്. മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സർവേകളൊക്കെ നടക്കുന്നത്. കർമ്മസേന, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘം ഹരിതമിത്രം ആപ്ലിക്കേഷനിലൂടെയാണ് വിവരങ്ങൾ സമാഹരിക്കുക. എല്ലാ വീടുകളെയും സ്ഥാപനങ്ങളെയും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തും. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക, കേടുപാടുണ്ടെങ്കിൽ പരിഹരിക്കുക, ജൈവ മാലിന്യം ആവശ്യമില്ലാത്തവരിൽ നിന്ന് ശേഖരിച്ച് കൈമാറുക തുടങ്ങിയ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.